ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബദാനിയ. ഇന്ന് ദുഃഖകരമായ ഒരു കാഴ്ചയാണ് എൻ്റെ വ്യൂവേഴ്സ് കാണാൻ പോകുന്നത് കേട്ടോ. എൻ്റെ നെയ്ബർ സിനു മാത്യു മരിച്ചു. അത് മരിച്ചു എന്ന് പറയാൻ എനിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. ഞങ്ങൾ കുഞ്ഞിലെ ഒന്നിച്ച് കളിച്ച് വളർന്നവരാണ്. ഞാനും എൻ്റെ സിബ്ലിങ്സും സിനു, ലാലു, ഒരു ബെന്നിച്ചാച്ചൻ മുതിർന്നതുകൊണ്ട് ബെന്നിച്ചാച്ചനായിട്ടില്ല, ലാലുവും സിനുവുമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് കളിച്ച് വളർന്നതാണ്. പെട്ടെന്നുള്ള അവൻ്റെ വേർപാട് നമുക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഭാര്യയും 2 കുഞ്ഞുങ്ങളും അമ്മയും, അതാണ് അവരുടെ കുടുംബം. അവർക്കൊക്കെ ഇത് താങ്ങാനുള്ള കരുത്ത് സർവേശ്വരൻ കൊടുക്കട്ടെ എന്ന് ആദ്യമേ തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് പോലും ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പിന്നെ അവന് കുറച്ച് നാളായിട്ട് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്നുള്ള ഈ പോക്ക്, ഇന്നലെ രാവിലെ ഒരു 3 o'clock സിനുവിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും നഷ്ടമായത്. പറയാൻ വരുമ്പം സങ്കടം വരുന്നുണ്ട്, പറയാൻ പറ്റുന്നില്ല. സിനുവിൻ്റെ വേർപാട് അറിഞ്ഞ ഉടനെ തന്നെ ഞങ്ങളെല്ലാവരും അവിടെ എത്തി എന്താ പറയുക, സിനുവിനെ അവസാനമായിട്ട് കാണാൻ ചെന്നു. ആ കുടുംബത്തിനെ ഒന്നും ഞങ്ങൾക്ക് എന്താ പറയുന്നത്, എനിക്ക് ആശ്വസിപ്പിക്കാനൊന്നും പറ്റില്ല. കാരണം ഒരു വേർപാടിൻ്റെ വേദന അതെന്താണെന്ന് വ്യക്തമായിട്ട് ഞങ്ങൾക്കറിയാം. കാരണം നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മയുടെ വേർപാട്. ഞാൻ കൂടുതൽ പറയുന്നില്ല, അത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ പൂർത്തിയാക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം സിനുവിൻ്റെ വീട്ടിൽ നിന്ന് പോവുകയാണ് കേട്ടോ. ഞാൻ ബോഡി എടുത്തപ്പോഴത്തേന് എൻ്റെ വീടിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് ഷൂട്ട് ചെയ്യുവാണ് പോകുന്നത്. അങ്ങനെ സിനു ഞങ്ങളുടെ നാടൊക്കെ വിട്ട് ഞങ്ങളെ വിട്ട് പോകാൻ പോവാണ് കേട്ടോ, വരുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ സിനുവിൻ്റെ ജീവിതം ഇവിടെ പൂർത്തിയാക്കി അവൻ്റെ കടമകൾ നിറവേറ്റിയിട്ട് അവൻ പോവുകയാണ്. ഓക്കെ, നമ്മുടെ ഭൂമി വിട്ടവൻ പോവുക, ചർച്ചിലോട്ട് പോവുകയാണ്. അപ്പം കായംകുളം ഓർത്തഡോക്സ് ചർച്ചിലാണ് ഫ്യൂണറൽ. അപ്പം അവിടേക്ക് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റഷ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങത്തുള്ളൂ. അപ്പോൾ ഇതൊരു വേദന തന്നെയാണ് എല്ലാവർക്കും. അവൻ്റെ കുടുംബം ഇത് എത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റുമെന്നും അറിയില്ല. എന്തായാലും സർവേശ്വരൻ അവർക്ക് കരുത്ത് കൊടുക്കും. കാരണം നമ്മൾ ഓരോരുത്തരും ഇവിടെ നിന്ന് പോകേണ്ടതാണല്ലോ. അങ്ങനെ കായംകുളം പള്ളിയിലെത്തിയിട്ടുണ്ട്. സിനുവിൻ്റെ ബന്ധുമിത്രാദികളും എല്ലാവരും ഈ ആംബുലൻസിലുണ്ട്. അവരെല്ലാം ഇപ്പോൾ ഇറങ്ങി. അങ്ങനെ സിനുവിൻ്റെ ലാസ്റ്റ് ഡേ ആണ്, ലാസ്റ്റ് മൊമെൻറ്റ്. ഡേ എന്ന് പറയാൻ പറ്റത്തില്ല, ലാസ്റ്റ് മൊമെൻറ്റ്. എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് സിനുവിനെ കാണാനായിട്ട് ചർച്ചിൽ. ഓക്കെ, അപ്പം നമ്മൾ പള്ളിയിലെത്തി. സിനുവിനെ ആംബുലൻസിൽ നിന്ന് ഇറക്കുകയാണ്. 2 കൊച്ചു കുട്ടികളാണ് ഇവർക്കുള്ളത്. സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന 2 കുട്ടികളാണ്. ഒരു മോളും ഒരു മോനും ആണുള്ളത്. ഭാര്യയും കൊച്ചൊരു പെണ്ണാണ്. നിങ്ങളെല്ലാവരും ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. ഇവർക്ക് നല്ല കുടുംബം മുന്നോട്ട് പോകാനുള്ള ശക്തിയൊക്കെ കൊടുക്കാനും കരുത്താർജിക്കാനും ഒക്കെ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരും ഇത് ഫേസ് ചെയ്യേണ്ടതാണ്. അത് നല്ലോണം അറിയാം. നമ്മൾ ഓരോരുത്തരും ഇവിടെ നിന്ന് പോകേണ്ടി വരുവാണ്. എങ്കിലും വേർപാടെന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണല്ലോ, പ്രത്യേകിച്ചും കുടുംബത്തിന്. അപ്പം ആ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ആശ്വാസം കിട്ടട്ടെ എന്ന് ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പള്ളിയിലെ ചടങ്ങുകളൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ സംസ്കരിക്കും. അപ്പം അതിൻ്റെ ചടങ്ങുകളൊക്കെ പൂർത്തിയായി തുടങ്ങുന്നു. പള്ളിയിലെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. ഇനി അന്ത്യചുംബനം കൊടുക്കുകയാണ് എല്ലാവരും കേട്ടോ. ഭാര്യയും അമ്മയും കുഞ്ഞുങ്ങൾ.
ഒരു മോളും ഒരു മോനുമാണ്, അത് രണ്ടുപേരുമാണ് നിൽക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ചടങ്ങുകൾ കഴിയുമ്പോഴത്തേനെ എന്താ പറഞ്ഞു, എനിക്ക് പറ്റുന്നില്ല കേട്ടോ. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഒന്നിച്ച് കളിച്ച് വളർന്നതാണ്. ഞങ്ങൾ നാട്ടിൽ വന്ന സമയത്ത് ഞങ്ങൾക്ക് വലിയ അടുപ്പമൊന്നും ആരുമായിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ പിള്ളേർ, ഇവനും ലാലു എന്ന് പറയുന്ന കൊച്ചതല്ലേ, അപ്പോൾ അവർ ഓടി വന്ന് ഞങ്ങളുടെ ഒപ്പം കളിക്കും, ഓലപ്പന്തൊക്കെ ഉണ്ടാക്കി തരും. അതൊന്നും ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഇവർ ഓലപ്പന്തൊക്കെ ഉണ്ടാക്കി ഞങ്ങൾക്ക് കൊണ്ടുവരും കളിക്കാൻ, ക്രിക്കറ്റ് കളിക്കുക. നല്ല കൂട്ടായിരുന്നു ഞങ്ങൾ. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരട്ടപ്പേര് വിളിക്കുക, തല്ല് കൂടുക, എല്ലാം ഇപ്പം ഞാൻ ഓർക്കുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ജീവിച്ചിരുന്നപ്പോൾ ഇതൊന്നും ഓർത്തുകൊണ്ടിരുന്നിട്ടില്ല. ഈ കുഞ്ഞിനെ വിളിച്ച് അവൻ്റെ അപ്പൻ്റെ ലാസ്റ്റ് അവൻ്റെ അപ്പൻ്റെ മുഖം കാണുകയാണ് കേട്ടോ. ഓക്കെ, അവൻ്റെ നിപ്പ് കണ്ട, ഇന്നസെൻ്റായിട്ട് കുട്ടി. അവൻ എന്തറിയാം, മരിച്ചു എന്നറിയാം. അതിനപ്പുറം ഇനി എന്തൊക്കെയാണ് അവൻ ഫേസ് ചെയ്യണം, അതൊന്നും അവൻ അറിയില്ല. അപ്പം യാക്കോബയിൽ ഫ്യൂണറൽ ചടങ്ങ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ആദ്യമായിട്ട് കാണുകയാണ്. അപ്പം അടക്കാൻ മീൻസ് നമ്മുടെ ഈ എന്താ പറയുന്നത്, ശവമഞ്ചൽ എന്താ ഇനി പറയുന്നത്, എനിക്ക് പേര് അറിയത്തില്ല. അപ്പോൾ ഇത് അടയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ഫുൾ ബോഡി തൈലം ഒഴിക്കുകയാണ്, എണ്ണ ഒഴിക്കുകയാണ്. അപ്പോൾ ഇത് കഴിയുന്നുണ്ടെങ്കിൽ ഇവർ മണ്ണിടും. ഞങ്ങളുടെ ചർച്ചിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പേഴ്സ് പോലെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിലോട്ട് നമ്മൾ ഇടുകയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അവിടെ സ്പേസ് ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ അവിടെയൊക്കെ കല്ലറയ്ക്കകത്താണ് ഇടുന്നത്. ഇത് കല്ലറയല്ല, നമ്പേഴ്സ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ആ നമ്പേഴ്സിലാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് മണ്ണൊന്നും ലാസ്റ്റ് ഇങ്ങനെ മണ്ണിട്ട് കൊടുക്കത്തില്ല, അതൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും ഇവിടെ ഇപ്പോഴാണ് അതൊക്കെ ഇടുന്നത്, മണ്ണിടുന്നതും ഒക്കെ. വേണ്ടേ, അച്ഛൻ മണ്ണിടുകയാണ് കേട്ടോ. അച്ഛൻ മണ്ണിട്ട് കഴിയുമ്പോഴേ ബന്ധുമിത്രാദികളെല്ലാം മണ്ണിട്ട് കൊടുക്കും. അപ്പോൾ എല്ലാവരും ഇപ്പം വന്ന് എല്ലാവരും ആ ചടങ്ങ് നിർവഹിക്കും, അമ്മ, സഹോദരങ്ങൾ എല്ലാവരും. ഓക്കെ, അപ്പോൾ എല്ലാവരും അത് ചെയ്യുകയാണ്, ആ ചടങ്ങ് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയും വൈഫും എല്ലാവരും ഉണ്ട്. ഓക്കെ, അപ്പം മോനറിയില്ലായിരുന്നു, അത് കണ്ടോണ്ട് മോൻ്റെ ഈ മണ്ണ് കൊടുത്തപ്പോൾ അവൻ മേടിച്ച് പോയി കസേരയിൽ നിന്ന്. അവനറിയില്ല, അവൻ കുഞ്ഞല്ലേ. അപ്പോൾ ആരോ പറഞ്ഞിട്ട് അവൻ രണ്ടാമത് വന്നാണ് ഇടുന്നത്. കണ്ടോ കുഞ്ഞിനെ കണ്ടോ. അപ്പം ഇവിടുത്തെ ചടങ്ങുകളൊക്കെ തീരാറായി. ഇനിയിപ്പം നമ്മൾ ഫ്യൂണറൽ നടത്താൻ പോകണം. ഫ്യൂണറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പേഴ്സ്, അതിന് പേര് എന്തോ ഉണ്ട്, എനിക്കത് അറിയില്ല കേട്ടോ. അതിന് നമ്പേഴ്സ് ഇങ്ങനെ നമ്മൾ കാണില്ല, ആ ഒരു നമ്പർ, നമുക്ക് ഓരോരുത്തർക്കും ഓരോ നമ്പറുണ്ട്, ആ നമ്പറിലോട്ടാണ് നമ്മൾ ഇടുന്നത്. ഇവരുടെ നമ്പറിനകത്തോട്ട് ഇപ്പം ഇടും. സീനിനെ കൊണ്ടുപോകും. അപ്പോൾ ഇവിടുത്തെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ നമ്പേഴ്സ് കണ്ടോ. അപ്പം ഇവരുടെ നമ്പറിൽ ഇവരിടുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് ചടങ്ങ് തീർന്നു. അതിൻ്റെ ഇട്ട് നമ്മൾ സിമെൻ്റ് ഇട്ട് ശരിയാക്കാം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. ഗോഡ് ബ്ലെസ് യു.